അടുത്ത തഫ്രീഅ, നാലാമത്തെ തഫ്രീഅ ഈ ഖായിദയുടെ, മാ മുനിഅ സദ്ദൻ ലിദ്ദരീഅ ജാസ ലിൽ മസ്ലഹ. മാ മുനിഅ, എന്തൊരു കാര്യമാണോ വിലക്കപ്പെട്ടത്, സദ്ദൻ ലിദ്ദരീഅ, നേരത്തെ നമ്മൾ പറഞ്ഞു സദ്ദു ദരീഅ, സീറ്റ് ബെൽറ്റിന്റെ ഉദാഹരണമൊക്കെ നമ്മൾ പറഞ്ഞു. ഹറാമിലേക്കുള്ള വസീല എന്നുള്ള നിലക്ക് ഒരു കാര്യം ഇസ്ലാം തടഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ ലിൽ മസ്ലഹ, അത് വലിയ മസ്ലഹത്തിന് അഥവാ ആ അപകടത്തേക്കാൾ വലിയ ഒരു ഗുണമുണ്ടെങ്കിൽ അക്കാര്യം അനുവദിക്കപ്പെടും. ഉദാഹരണത്തിന് പെണ്ണ് കാണല്. പെണ്ണ് കാണുക എന്നുള്ളത് എന്താണ്? അസ്ലില് ഒരു പെണ്ണിനെ കാണുക എന്നുള്ളത് എന്താണ്? ഹറാമാണ്. പെണ്ണിനെ നോക്കുക എന്നുള്ളത്. കുല്ലുൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം. അതുപോലെ തന്നെ വൽ ഐനാനി സിനാഹുമൻ നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഒരു അന്യ സ്ത്രീയെ നോക്കുക എന്നുള്ളത് ഹറാമാക്കിയത്. ആ കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കുക എന്നുള്ള ആ പ്രക്രിയ, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, അതിനുശേഷം ഉണ്ടാകുന്ന ഫിത്ന. ആ സ്ത്രീ പെണ്ണിനെ നോക്കി ആസ്വദിക്കുക എന്നുള്ളത് ഹറാമാണ്. ഒരാൾ അങ്ങനെ ഒരു ആസ്വാദനമില്ലാതെ വെറുതെ നോക്കുക എന്നുള്ളത് എന്താണ്? അതില് തെറ്റൊന്നുമില്ല അസ്ലില്. പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുന്നത് നമുക്കറിയാം. അത് കാരണം കൊണ്ടാണ് ഈ നോട്ടം തന്നെ ഹറാമാക്കിയത്. അപ്പൊ അങ്ങനെ ഷെറിലേക്കുള്ള വസീല എന്ന നിലക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? അതിനേക്കാളും വലിയൊരു ഗുണം വരുമ്പോൾ അത് അനുവദിക്കും. ഉദാഹരണത്തിന് അന്യ സ്ത്രീയെ നോക്കുക കൊണ്ടുണ്ടാകുന്ന ഫിത്ന, അതിനേക്കാളും വലിയ ഫിത്ന ഉണ്ടാവും. എപ്പോ? പെണ്ണ് കാണാതെ കെട്ടിയാല് ചിലപ്പോൾ വലിയ ഫിത്നകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം എന്ത് ചെയ്തു? അത് അനുവദിച്ചു. പെണ്ണ് കാണുക എന്നുള്ളത് അനുവദിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം മഹറമില്ലാതെ സ്ത്രീകൾ യാത്ര ചെയ്യുക എന്നുള്ളത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. പാടില്ല. അത് ഹജ്ജിനായാലും ഉംറക്കായാലും ഏത് യാത്രക്കായാലും പാടില്ല. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം ഒഴിവാക്കിയിട്ടുണ്ട്. ഇജ്മാ ഉള്ള കാര്യമാണ്. എന്ത്? ഒരു മുസ്ലിം സ്ത്രീ കാഫിർ നാട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിം രാജ്യത്തേക്ക് ഹിജ്റ പോവുകയാണെങ്കിൽ മഹറമില്ലാതെ യാത്ര ചെയ്യാമെന്നതിൽ ഇജ്മാ ഉണ്ട്. കാരണം ഇസ്ലാം സ്വീകരിച്ച ആ പെണ്ണിന് മഹറമായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോ എന്തുകൊണ്ടാണ് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത്? മഹറമില്ലാതെ അവൾ ഉപദ്രവിക്കപ്പെടുന്നതുകൊണ്ടാണ്. ആ കാഫിർ രാജ്യത്ത് അവൾ തുടർന്നാലോ അതിലും വലിയ ഉപദ്രവം ഉണ്ടാവും. അപ്പോ ആ യാത്ര എന്ത് ചെയ്തു? അനുവദിച്ചു. അപ്പൊ സദ്ദു ദരീഅയായിട്ട് ഹറാമിലേക്കുള്ള മാർഗമായിട്ട് വിലക്കപ്പെട്ടതാണ് സ്ത്രീകളുടെ മഹ്റമില്ലാതെയുള്ള യാത്ര. അതുകൊണ്ട് മസ്ലഹത്ത് വന്നപ്പോൾ അതെന്ത് ചെയ്തു? അനുവദിച്ചു. ആ യാത്ര അനുവദിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഖായിദയുടെ മറ്റൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ ഉള്ള നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നമുക്കറിയാം എവിടെയാണുള്ളത് എന്നുള്ളത്. അപ്പൊ ആ സംഗതി അവിടെ മസ്ജിദ് നബവിയിൽ അതിന്റെ ആ ചുമരുകൾക്കുള്ളിൽ ഒരു ഖബറുണ്ട് എന്നതിന്റെ പേരിൽ അവിടെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഖബറുള്ള പള്ളിയിലൊക്കെ നിസ്കരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ നിസ്കാരം അനുവദിച്ചത്? ഒന്നാമത് ആ ഖബർ നിൽക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്നത് മസ്ജിദ് നബവിയിലല്ല. നമുക്കൊക്കെ അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് ഖബറടക്കിയത്. ആ വീട് പിന്നീട് പള്ളി വികസിപ്പിച്ചപ്പോൾ പള്ളിയുടെ ഉള്ളിലായിപ്പോയി. അതേതുപോലെയാണ് നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ടോയ്ലറ്റ് ഉണ്ട്. നാളെ ഈ പള്ളി വലുതാക്കിയപ്പോ അതിന്റെ അപ്പുറത്തേക്ക് പള്ളി അങ്ങനെ വലുതാക്കി പോയാല് നമ്മൾ ആരെങ്കിലും പറയുമോ ഞാൻ പള്ളിയിൽ മൂത്രവെച്ചു എന്ന്? ഇല്ല. ആ സ്ഥലം ടോയ്ലറ്റിന് വേണ്ടി മാറ്റിയതാണ്. അത് പള്ളിയിൽപ്പെട്ട സ്ഥലമല്ല. അതിന്റെ അപ്പുറത്തുള്ളത് പള്ളിയാണ്. അതുപോലെ ഈ ഖബർ എന്ന് പറയുന്ന സ്ഥലം പള്ളിയല്ല. അത് പള്ളിയുടെ ചുമരുകൾക്കുള്ളിലാണ്. പക്ഷെ അത് പള്ളിയുടെ ഭാഗമല്ല അത്രയും സ്ഥലം. ഇനി പള്ളിയിൽ തന്നെ ആയിരുന്നു സങ്കല്പിക്കുക. എന്നാൽ തന്നെ നമ്മുടെ ഈ ഖായിദ വെച്ച് നമുക്ക് മറുപടി പറയാൻ പറ്റും. എന്താണ്? എന്തുകൊണ്ടാണ് ഖബറുള്ള പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അത് പതുക്കെ പതുക്കെ ആ ഖബറാളിയെ ആരാധിക്കുന്നതിലേക്ക് പോകും, ഷിർക്കിലേക്ക് എത്തും. അതുകൊണ്ടാണ്. അപ്പൊ ഒരു ഹറാമിലേക്ക് ഷിർക്കിലേക്ക് ഒക്കെ എത്തും എന്നതുകൊണ്ട് വിലക്കപ്പെട്ട സംഗതിയാണ് ഖബറുള്ള പള്ളിയിലെ നമസ്കാരം. അങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അനുവദിക്കും. ഇവിടെ മസ്ലഹത്ത് എന്താണ്? 1000 ഇരട്ടി പ്രതിഫലം. മറ്റ് മസ്ജിദുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളുടെ നമസ്കാരം. അതുകൊണ്ട് തന്നെ ആ വലിയ മസ്ലഹത്തിന് ഇത് അനുവദിക്കപ്പെടും. ഇക്കാര്യം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഹ്ദീറുസ് സാജിദ് മിൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ് എന്നുള്ള കിതാബിൽ ഈ ഖായിദക്കുള്ള ഉദാഹരണമായിട്ട് മസ്ജിദ് നബവിയിലെ നമസ്കാരം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം, ഫോട്ടോ എടുക്കുക എന്നുള്ളത്. നമുക്കറിയാം ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്.
അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്. പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ഹറാമാക്കിയത്. ഷിർക്കിലേക്കുള്ള വസീലയാകും, ഷിർക്കിലേക്കുള്ള ഒരു മാർഗമാണ് ഫോട്ടോ എന്നുള്ളത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിൽ ഷിർക്കുണ്ടായത്. അവരുടെ ചിത്രം വരച്ചു, പിന്നീട് പ്രതിമയുണ്ടാക്കി, അങ്ങനെയാണ് ഷിർക്ക് തുടങ്ങിയത്. അപ്പൊ ഈ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഷിർക്കിലേക്കുള്ള വസീലയാണ്. അതുകൊണ്ട് ഹറാമാക്കിയതാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ മസ്ലഹത്ത് ഉണ്ടാകും, എന്ത് ചെയ്യും, അത് അനുവദിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് ലറൂറത്താണോ? ഈ പറഞ്ഞതിൽ ലറൂറത്തിലാണോ, ഹാജത്തിലാണോ, കമാലിയത്തിലാണോ ഉൾപ്പെടാ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്? ഒരു ഹാജത്താണ്, ലറൂറത്തില്ല. നമുക്ക് നടന്നു പോകാം, മറ്റേ ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ ഒക്കെ നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ യാത്ര ചെയ്യാം. ലറൂറത്ത് എന്നുള്ള നിലക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഇപ്പോഴും കുതിരപ്പുറത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമുക്ക് വേറെ വണ്ടി വിളിച്ചു പോകാം. നമുക്ക് സ്വന്തമായിട്ട് ലൈസൻസ് വേണം എന്നുള്ളത് ഒരു ഹാജത്ത് മാത്രമാണ്, ലറൂറത്തല്ല. അപ്പോ എന്തുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഫോട്ടോ അനുവദിക്കുന്നു? നമ്മൾ മുമ്പ് രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ നമ്മളൊരു മുത്തനാക്കൽ, ഒരു വൈരുദ്ധ്യാധിഷ്ഠിതവാദിയായി മാറുക, അല്ലെങ്കിൽ ഈ കായിക അംഗീകരിക്കുക. സദ്ദരിയായിട്ട് ഹറാമാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യും, മസ്ലഹത്ത് വന്നാൽ ജായിസാകും എന്ന കാര്യം അംഗീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാദങ്ങൾ വൈരുദ്ധ്യമായിരിക്കും. അപ്പോ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ മറ്റ് പല കാര്യങ്ങൾക്ക് ഫോട്ടോ എടുക്കാറുണ്ട്, ഫോട്ടോ ഒട്ടിക്കാറുണ്ട്. ഇപ്പോ ഒരു കോളേജിൽ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ജാമിയ ഇസ്ലാമിയ വേറെ ഏതെങ്കിലും ഇസ്ലാമിക സ്ഥാപനത്തിൽ ഏതെങ്കിലും മദ്രസയിലൊക്കെ ചേരുമ്പോൾ നമ്മൾ ഫോട്ടോ അവിടെ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് കൊടുക്കുന്നത്? അവിടെ പഠിക്കുക ദറൂറത്തുണ്ടോ? ഇല്ല, ഹാജത്താണ്. അപ്പൊ ഹാജത്ത് മതി, മസ്ലഹത്ത് മതി, സദ്ദു ദരിയയായിട്ട് ഹറാമായ കാര്യം ജായിസാകാൻ.